ഹേ ഗായ്സ്, എല്ലാവർക്കും തംജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്നി പ്ലസിൽ ചെറിയൊരു വെബ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. നീരജ് മാധവും അതുപോലെ തന്നെ അജു വർഗീസൊക്കെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുള്ള ഒരു ചെറിയൊരു വെബ് സീരീസ്. 6 എപ്പിസോഡ് മാത്രമുള്ള അരമണിക്കൂർ വീതമുള്ള ഒരു 6 എപ്പിസോഡുള്ള ചെറിയൊരു സീരീസ്. അത് 2 ദിവസം മുന്നെയാണ് റിലീസായത്. ഞാൻ അപ്പം തന്നെ കണ്ടു. പക്ഷേ അതിനിടയ്ക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചപ്പോൾ മറന്നുപോയി. സത്യം പറഞ്ഞാൽ റിവ്യൂ അല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്. അപ്പോൾ നീരജ് മാധവ് നമുക്കറിയാം, RDX ശേഷം പുള്ളി മലയാളത്തിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മലയാളത്തിലേക്ക് നല്ല സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. റാപ്പിംഗ് ഉണ്ട്, ബാക്കിയുള്ള മ്യൂസിക്കൽ കൺസേർട്സും പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളി ലോകം ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളീൻ്റെ പാട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ, ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്കനാണ്, അല്ലെങ്കിൽ ഒരു റാപ്പറാണ്. പണ്ടത്തെ ആ ഒരു അയൽവക്കത്തെ പയ്യൻ അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പയ്യൻ ഇമേജ് മാറിപ്പോയി. അപ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റായിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അതിന് ഈ ഒരു കറക്റ്റ് ചെയ്തൊരു സാധനം ആപ്റ്റാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 100% ശരി വെക്കുകയും ചെയ്തു. അതായത് ഇതിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നീരജും അജുവാണ് മെയിനായിട്ടുള്ള ക്യാരക്ടർ. നായികയായിട്ട് നമ്മളുടെ 96 പേര് മറന്നുപോയി, സോറി. അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അവരാണ് നടിയായിട്ട് വരുന്നത്, നായികയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറി. നമ്മളുടെ മലയാളികൾക്കിടയിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളിലൊരാളാണ് അവൻ, സത്യം പറഞ്ഞാൽ. കാരണം ആ രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ പ്രവാസിയായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അത് മറികടക്കാൻ പിന്നെ വിദേശത്തേക്ക് പോകുന്നു, ഗൾഫിലേക്ക് UAE പോവാണ്. അവിടുത്തെ പണി കിട്ടി അതൊന്ന് വളർന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീട് വെക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന ഒരു പ്രശ്നം, ഒരു ട്വിസ്റ്റ്, നമ്മൾ വിചാരിക്കാൻ സംഭവിക്കുന്ന ഒരു കാര്യം, അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നു, അതെങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഓരോ സ്ട്രഗിളും ഒരു കോമൺ മാനെ കൃത്യമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു തോട്ട് വെച്ചിട്ടാണ് അവർ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതും ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. കാരണം ആകെ ഒരു 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 ക്യാരക്ടേഴ്സിൻ്റെ ചുറ്റുമാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിൽ പുള്ളിയുടെ നീരജിൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. നല്ല പെർഫോമൻസ്. അതായത് അവർ കറക്റ്റ് നമ്മളത് പറഞ്ഞ ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ടുള്ളൊരു നമ്മളുടെ ഇടയിലുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ആ സാധാരണക്കാരാണ്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഓക്കെ, ഇത് നമ്മൾക്ക് ചുറ്റും നടക്കുന്നൊരു കഥ തന്നെയാണല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കുള്ളിൽ വരുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും, അല്ലെങ്കിൽ ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, എത്ര വലിയ സിനിമ ചെയ്യുമ്പോഴും എത്ര ചെറിയ സിനിമ ചെയ്യുമ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യം ഇമോഷണലി കണക്റ്റ് ആവുക എന്നുള്ളതാണ്. കാണുന്ന നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഒരു സീരീസ് ഇങ്ങനെ കാണുന്നു, നമ്മൾ ഇരിക്കുന്നു, ഓക്കെ, ആ രീതിയിലൊരു ചിന്ത വരും. അപ്പോൾ അത് മറികടക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനപ്പുറത്തേക്ക് വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ട് തുടങ്ങി സിമ്പിളായിട്ട് തീരുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല. അജുവിൻ്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കോമഡി, ചിരിക്കാനുള്ള സംഭവങ്ങൾ, പൊട്ടിച്ചിരിക്കാനുള്ളതല്ല. പക്ഷേ നമ്മളിങ്ങനെ ആ ഒരു മീറ്റർ, എന്താണ് ആ കഥയുടെ സംഭവം, അതൊഴുക്ക് നമ്മൾ മാറിപ്പോകാതെ ഒറ്റയടിക്ക് നമുക്ക് കണ്ടു തീർക്കാം. ജസ്റ്റ് 6 എപ്പിസോഡ് അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറക്റ്റ് ഒരു സിനിമ കാണുന്ന സമയം വേണ്ടു. അത് നമ്മളിങ്ങനെ ബോറടിക്കാതെ ഇങ്ങനെ കണ്ടിരിക്കും, നല്ലൊരു സുഖത്തിൽ ലൈറ്റായിട്ട്. അങ്ങനെയുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. നല്ലൊരു സീരീസ് തന്നെയാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ പറയാടി. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും വരാം. അതുവരേക്കും ദിസ് ഇസ് ഗുഡ് ബൈ ഫ്രം തംഷി. ബൈ.